ഗൈസ് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഒരു ഹായ് പറയൂ. നമ്മൾ രാവിലെ എണീച്ചു, മാഗി കഴിച്ചു, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചായ കുടിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മാത്രം പറയില്ല, നമ്മളൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പം നമ്മൾ അതിന് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കാഴ്ചകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഗൈസ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ബസ്സും കാര്യമൊന്നും ഇല്ല. ഇവിടെ ഫുൾ ജീപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒരു ബസ് മാത്രമേ ഉണ്ട്. അതിൻ്റെ സമയം രാവിലെ ഒരു ബസ്, വൈകിട്ടുള്ളൂ. ആ ബസ് മാത്രമേ അല്ലാണ്ട് ഇവിടെ മൊത്തം ജീപ്പ് സർവീസ്, അതുപോലെ തന്നെ കാറ്, ബൈക്ക്, ഇതല്ലാണ്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു റോഡാണ്. പക്ഷെ അല്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ് ശരിക്കും. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു 2-3 ദിവസത്തേക്ക് വന്ന് അടിച്ചു പൊളിക്കുക. അതിനോട് ഇഷ്ടംപോലെ കൊക്കുണ്ട്. പക്ഷെ എല്ലാം വെള്ളം കയറി പന്നലായിട്ടിരിക്കുക. എല്ലാവരും നമുക്ക് ഒരെണ്ണം പിച്ചി കഴിച്ചു നോക്കാമായിരുന്നു. എല്ലാം കറുത്ത് നാശമായിട്ടിരിക്കുക. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് ഈ വഴിയാന്ന് തോന്നുന്നു. മറ്റേ ഇപ്പോൾ ഒരു പുള്ളി എടുത്ത് വെച്ചാൽ പറഞ്ഞത് ഇവിടുന്ന് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിലേക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. ഓക്കെ, പൊളപ്പൻ നമ്മുടെ കണ്ടന്റ് വീഡിയോസിൻ്റെ പ്ലാനിങ്സിലാണ്. ഓക്കെ, പ്ലാനിങ് മാത്രമേ ഉള്ളെങ്കിൽ അവനെ ഇടിക്കും, അത് വേറെ കാര്യം. പട്ടിക്കുട്ടൻ സ്പോട്ടൻ. ആ ചേട്ടനാണ് വഴി പറഞ്ഞത്. ഓക്കെ, പട്ടീനെ കണ്ട് പുലിയാന്ന് പറഞ്ഞു മേടിച്ചു. എൻ്റെ പൊന്നെ, വ്ളോഗ് എടുക്കുമ്പോൾ അതിൻ്റെ മിസ്റ്റേക്കാണ്. കാരണം നമ്മളൊരു വ്ളോഗറൊന്നും അല്ല, പ്രൊഫഷണൽ. പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്ത് ഒരു മെമ്മറീസ് പോലെ നമ്മൾ ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, സോ എല്ലാവരും ഫോളോ ചെയ്ത് കൂടുക. ഇവിടെ മൊത്തം കൊക്കയാണ്. കൊക്കയല്ല, കൊക്കോ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം. പക്ഷെ ഒരെണ്ണം പോലും കഴിക്കാൻ പറ്റിയ ഭാഗമായിട്ടില്ല. എൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു. എന്നെ തണുപ്പായിരിക്കും രാവിലെ ഇവിടെയൊക്കെ, നൈസായിരിക്കും. ഈ നടക്കുമ്പോൾ ഒരു കിരിയോ എന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ചെരുപ്പ് വെള്ളം നനഞ്ഞിരിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണത്. നമ്മുടെ സ്പോട്ട് എത്തിയിരുന്നു. ആ മുമ്പിൽ പോയതിനൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ ബോർഡ്, നല്ല ആഴമുള്ള കടവ്, പുഴയിൽ ഇറങ്ങരുത്. ഓക്കെ, സേഫ്റ്റി ബസ്. നമ്മൾ പിന്നെ അങ്ങനത്തുള്ള പരിപാടിക്കൊന്നും നിൽക്കാറില്ല. ഓക്കെ, നമ്മൾ വന്ന വഴി ഇതാ. ഓഫ് റോഡാണ്, നമ്മളെ പിടിയിലൊരു ഓഫ് റോഡൊക്കെ ഉണ്ട്. നല്ല ഓഫ് റോഡ് വണ്ടിയിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ നല്ല വൈബായിരിക്കും. ഇവിടുന്ന് കാണാൻ അവത്തോശാ പോലും വരുന്നവർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളമുണ്ട്. അങ്ങ് താഴെ നോക്കിയാൽ മതി, അവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് വ്യൂ. ആക്സിഡൻറ്റ് കാണിച്ചുതരാം. ഇതാണ് വ്യൂ. അതായത് നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴാണ് അവിടെ ഉള്ളവരുടെയും നാട്ടുകാരുടെയൊക്കെ ഒരു നമുക്കൊരിതായിരിക്കും. പക്ഷെ അവർ ഇത് കണ്ട വടം കണ്ട, അത് പിടിച്ചിട്ട് വേണം അപ്പുറത്ത് പോകാനൊക്കെ, അപ്പുറത്തോട്ട് പോകാൻ. പിന്നെ വണ്ടിയൊക്കെ പോവും. മേളിലൊക്കെ ഒരു വീട് ഉണ്ടാവും. അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ പോയാലേ നല്ലൊരു ഹോസ്പിറ്റലും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വ്യൂസ് ഉണ്ട്. ഫ്രണ്ട്സും ഫാമിലിയും കപ്പിളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. അവൻ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഏകദേശം അപ്പോൾ നമ്മൾ മറ്റേ ആ വെള്ളച്ചാട്ടം നടന്ന് പോവാണ്. അപ്പോൾ അടുത്ത പരിപാടി ഉണ്ട്, കുറച്ച് കണ്ടൻറ് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ബൈ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവന്മാരുടെ കാര്യം, അവിടെ വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കൊതിഞ്ഞുണയും പറഞ്ഞു. ടിപ്പിക്കൽ കുടുംബശ്രീ ആയിരുന്നു. എന്നിട്ട് പോകുന്നു അടുത്ത സ്ഥലത്തോട്ട്. മുമ്പിൽ പോകുന്ന പടനായകൻ. ഇതാണ് നമ്മളിപ്പോൾ പോയത്. ഇത് വെള്ളം ഇല്ലാത്തപ്പോൾ ഉള്ള ഇതാണത്.
വെള്ളം ഉള്ളപ്പോൾ ഒന്നും പറ്റത്തൊന്നുമല്ല. എന്തോന്ന് ഇതെന്തിനത്? ഇത് മറ്റേ ഇതല്ലേ പഞ്ചായത്തിൻ്റെ. പിന്നെ ഇവിടെ പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ പണിയുന്നുണ്ട്. ട്യൂഷൻ സെൻ്ററാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ പഠിക്കുന്നൊക്കെ വേണ്ട, പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട. ട്യൂഷൻ സെൻ്ററാണെന്ന് തോന്നുന്നു. അടുത്ത കട ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരെ കാണാൻ പിള്ളേർക്ക് ഹാപ്പി. എന്തോ ഒന്നുമില്ല, പറ നീ പറ. അതൊന്നുമില്ല. പട്ടിയൊന്നും കയറി കഴിക്കില്ലെന്നാ. പറയോ ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ, ഹായ് പറ വീഡിയോയില്. ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. ചൊറുവണം കൊടുക്കുന്നോടാ. എടാ നീ എന്ത് കിളിയാടാ നീ? ആടിന് ചൊറുവണം പറിച്ചു കൊടുക്കുന്നു. ആ മോന്തെന്ന് കാണിട്ട് എല്ലാരും കാണണോ അത് കേട്ടാ? ബോണസ് ഓണമൊക്കെ അല്ലയോ? അത്തണ്ടാച്ചിടത് പഴംപൊരി. പഴംപൊരി അത് മേടിച്ച് കവർ വെച്ചേക്കാണോ എടുത്തേ? ചാർക്കോൾ കത്തിക്കാനുള്ള വൈകിട്ട് ഊതാവുള്ളായിരുന്നു. എന്ത് കൊക്കോ? ഇത് വന്നപ്പോഴത്തെ കൊക്കയാണ്. ഇവിടെ എല്ലാം കൊക്കോയാ. പകുതി 3 ഒരു പഴംപോലെ എക്സ്ട്രാ ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഗീവ് അവേ. അത് ഗീവ് അവേ. നമ്മൾ പല പടത്തിലും കണ്ടിട്ടുള്ള നമ്മുടെ മാമനെ കണ്ട സ്കൂളാണിത്. സ്കൂളും അവിടെ പുറകെ കിടന്നുണ്ട, അതാണ് ആ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നിട്ട് നമ്മുടെ കണ്ടന്റ് വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്ലാനിൽ കുറച്ച് ബാറ്ററി ബലൂൺസും സാധാ ബലൂൺസൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് വെള്ളം നിറച്ച് ഫില്ല് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പൊളപ്പൻ ബലൂൺ ഇങ്ങനെ ചെയ്ത കളിക്കണേ. അതെ, പൊളപ്പൻ. ഞങ്ങള് ബക്കറ്റ് നിറച്ച് വെച്ചേക്കാണ് ബലൂൺ എല്ലാം. കണ്ട കൈസ് കണ്ടോ? ഓ എന്തുള്ള ബലൂണാണോ? ഇന്നത്തെ ആറാനാണോ വെള്ളമൊക്കെ വീഴുന്നത്? ഇല്ല കളിയിൽ അലമ്പില്ല. അങ്ങനല്ല, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത്, അതായത് ബലൂണിൻ്റെ കളർ ഗെസ് ചെയ്യുന്ന ചലഞ്ച്, പിന്നെ കുറച്ച് നമ്മുടെ PC ഗെയിംസ് വെച്ചിട്ട് ആ ഗെയിം കറക്റ്റായിട്ട് ഗെസ് ചെയ്യുന്ന ചലഞ്ച്, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പാവട കുറച്ച് കുടിക്കാൻ കൊടുക്കാം അവന്. പിന്നെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം രാത്രിയിൽ ചിക്കനൊക്കെ മേടിച്ച് നമ്മൾ ഒരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരുടെ കൂടിയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ
ഈ മീറ്റപ്പിന്റെ ലാസ്റ്റ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മളിപ്പോ നീ പറ, നിനക്കാണ് ഇതൊരു ഇത്രയും നാള് നമ്മുടെ കൂടിയതിൽ നീയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഈ മീറ്റപ്പ് എന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷനിലേക്ക് വന്നത്. നീ പറ നിന്റെ ഇത്. എന്ന് പറഞ്ഞാൽ എവിടെയോ കടന്ന ഞാൻ ഇവൻ നീ നമ്മുടെ പരിപാടി എങ്ങനെയുണ്ട്? ആ പറഞ്ഞോ നീ പറ. വളരെ നല്ലൊരു മീറ്റപ്പായിരുന്നു. നമുക്ക് ഇത്ര ചിക്കൻ ഉണ്ട്. നമ്മള് മാമലക്കണ്ടത്തുനിന്ന് പോവാ. ഓക്കെ, നമ്മള് ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഇവിടെ ആയിരുന്നു. ലാസ്റ്റ് ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ടൈം കിട്ടിയില്ല. ഇന്നലെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നില്ല. ഇന്നലത്തെ ആ ഒരു നൈറ്റ് സഫാരി ഉണ്ടായതുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ പ്രാങ്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു തട്ടിക്കൂട്ടി ലാസ്റ്റ് ഒരു 10 സെക്കൻഡിൽ നമ്മൾ തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പ് ചെയ്ത്. പക്ഷെ അത് ഓൾറെഡി ഒരു 80% വിജയിച്ചിട്ടുണ്ട്. കാരണം ഇവനൊക്കെ കരയാറായിരുന്നു. സോ ഓക്കെ, നല്ലൊരു വൈബായിരുന്നു എന്തോ പറഞ്ഞാലും. ഇനിയിപ്പോ അടുത്ത ഒരു വീഡിയോ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എല്ലാവരുടെ. പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് പുള്ളിയാണ്. പുള്ളിയുടെ പേര് അബിൻ പാരഡൈസ് ആണ് റിസോർട്ടിന്റെ പേര്. ഓക്കെ, പുള്ളിയുടെ പേജ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നൈറ്റ് സഫാരി ആയാലും അല്ലെങ്കിൽ ട്രെക്കിംഗ് ആയാലും ജീപ്പ് എക്സ്പീരിയൻസ് ആയാലും എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഒന്നും വേറൊന്നുമില്ല, സൈനിങ് ഓഫ്. ഓക്കെ, നമ്മളിവിടുന്ന് നേരെ ആലുവ പോവും. ആലുവ പോയിട്ട് എല്ലാവരും അവിടുന്ന് സ്പ്ലിറ്റായി പരിപാടിക്ക് പോകും. പിന്നെ അപ്കമിങ് ഇവൻസിൻ്റെയും കാര്യങ്ങളും നെക്സ്റ്റ് മീറ്റപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.